വ്ളോഗ് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഷൂട്ട് ചെയ്തൊരു വ്ളോഗാണ്. കാരണം ജീവിതത്തിൽ എനിക്ക് ഒരു ദിവസം പ്രത്യേകിച്ചൊന്നും നടക്കാറില്ല. ഒന്നെങ്കിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇരുന്ന് പഠിക്കും, എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തോളൂ. വീട്ടിലിരുന്നിട്ടുള്ള പരിപാടിയാണ്, അല്ലെങ്കിൽ ഷൂട്ടിനോ. അപ്പോൾ ഇതൊന്നും അല്ലാതെ വേറെ കുറച്ച് സംഭവങ്ങൾ നടക്കുന്ന ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാണ്. അപ്പം ഞാൻ ഒരു 4 മണിയൊക്കെ ആയപ്പം അക്ഷയയിലോട്ട് ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് എടുക്കണമായിരുന്നു. അങ്ങനെ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്തിട്ട് വേണം അക്ഷയയിൽ പോകാനായിട്ട്. അങ്ങനെ അക്ഷയയിൽ പോയി. കാരണം എനിക്ക് കോളേജിലെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അക്ഷയയിൽ പോയത്. കോളേജിൽ പോകുന്നതിന് മുന്നേ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് അക്ഷയയിൽ പോയത്. അക്ഷയയിലാണെങ്കിൽ ഒടുക്കലത്തെ തിരക്ക്. അവിടെ ചെന്നിട്ട് എനിക്ക് പിന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. എന്നാലും അവിടെ ഫോട്ടോസ്റ്റാറ്റിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് കുറച്ച് പാചകമൊക്കെ അടിക്കുന്നുണ്ട് ഞാൻ. കാരണം നമ്മളവിടെ ചെന്നപ്പോൾ അവിടുത്തെ പേപ്പർ തീർന്ന്, ഒന്നാമത് 4 മണി വരെയുള്ള അക്ഷയ. അങ്ങനെ നമ്മൾ അക്ഷയയിൽ നിന്നൊക്കെ ഇറങ്ങി നടക്കുവാണ്. പിന്നെ ഓട്ടോയിൽ പോകണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നടക്കാൻ നേരം ATM കയറണമായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടെ ATM കയറി പൈസയൊക്കെ എടുത്തിട്ട് ഇറങ്ങി. എനിക്കൊരു ബുക്ക് മേടിക്കണമായിരുന്നു. കാരണം കുറേ നാളായി ബുക്കിലൊക്കെ എഴുതി, പേനയൊക്കെ കൈ കൊണ്ട് തൊട്ടിട്ട് കുറേ നാളായി. അപ്പം ഞാൻ വിചാരിച്ച് പേനയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബുക്ക് മേടിച്ച് അങ്ങനെ വീട്ടിലോട്ട് നടക്കാൻ നേരമാണ് പൊരിപ്പ് കട കണ്ടത്. ഞാൻ കുറേ നാളായി വീട്ടിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ നടക്കാനായിട്ടൊക്കെ ഇറങ്ങിയിട്ട്. അങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ഇത് കണക്ക് എന്തെങ്കിലും ഉഴുന്നുവടയോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ പോയി. കാരണം കുറേ നാളായി ഇതൊക്കെ കഴിച്ചിട്ട്. കഴിഞ്ഞ ആഴ്ച ലച്ചോണ്ണം കണ്ട ഒരു വാഴയ്ക്കപ്പം മാത്രം കൊണ്ടുവന്നു. ഞാൻ അങ്ങനെ വാഴയ്ക്കപ്പം അധികം കഴിക്കത്തില്ല, എനിക്ക് പരിപ്പുവടയൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ അതൊക്കെ മേടിച്ച് കുറേ നാൾക്ക് ശേഷം മേടിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കുറച്ച് തയ്ക്കാൻ കൊടുക്കണമായിരുന്നു. നമ്മൾ ഒരു തീർത്ഥാടനം പോകുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടി അമ്മയ്ക്ക് ഒരു ചുരിദാർ അയക്കണമായിരുന്നു. അങ്ങനെ ചെന്നു. അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ ചുക്ക് കാപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി ചുക്ക് കാപ്പിയും മഴക്കോള് ഉണ്ടായിരുന്നു, മഴ പെയ്തില്ല, മഴക്കോളുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ആ ഒരു മൂഡിലിരിക്കുമ്പം ചുക്ക് കാപ്പിയും ഈ പൊരിപ്പൊക്കെ കൂട്ടി കഴിച്ചാൽ നല്ലൊരു വൈബായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ വെച്ചിട്ട് ചുക്ക് കാപ്പി ഇതാണ് സംഭവം. മറ്റേ ശർക്കര അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തിപ്പള്ളിയാ അങ്ങനെ എന്തോ ഒക്കെ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഞാൻ നല്ല സൂപ്പർ ഒരു ചുക്കാപ്പി എനിക്കും അമ്മയ്ക്കും ഇട്ട്. നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അച്ഛനൊന്നും കഴിക്കത്തില്ലെന്ന് തോന്നുന്നു, ലച്ചോണ്ണൊന്നും അവർ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചുക്കാപ്പിയൊക്കെ ഇട്ട് ആദ്യമേ എനിക്കറിയില്ലല്ലോ ഇതിൻ്റെ പാകം എങ്ങനെയാണെന്ന്. അപ്പോൾ അമ്മ നോക്കിയിട്ട് പറഞ്ഞ് കുറച്ചും കൂടി ഇടണമെന്ന്. പിന്നെ കുറച്ചും കൂടി ഇട്ട് തിളപ്പിച്ച് സെറ്റാക്കി. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരിതാണ് സമോസയും പരിപ്പുവടയും. നടുക്കിരിക്കുന്ന മോദകം അമ്മയ്ക്ക് വേണ്ടി മേടിച്ചാണ്. മോദകം എന്ന് തന്നെയാണോ നിങ്ങളുടെ അവിടെ പറയുന്നത്? അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മളുടെ അവിടെ ആ നടുക്കിരിക്കുന്ന മഞ്ഞ സാധനത്തിന് മോദകം എന്നാണ് പറയുന്നത്. പിന്നെ ചുക്കാപ്പൊക്കെ ഇട്ട് പുറത്തിറങ്ങിയപ്പം ഇങ്ങനെ ഒരു മൂകത. അങ്ങനെ ഞാൻ ടി വി ഇട്ടപ്പം അമ്മയ്ക്ക് കുടുംബവിളക്ക് കാണണമെന്ന് പറഞ്ഞ് അമ്മയത്ത് കുടുംബവിളക്കും കണ്ട് കാപ്പിയും കുടിച്ച് മറ്റേ കടിയൊക്കെ കഴിക്കുവാണ്. അപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് തിന്നാനായിട്ടിരുന്ന്. കാരണം ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ അങ്ങനെയൊക്കെയാണ്, ഞാൻ ഫുഡ് ഇപ്പം അധികം കഴിക്കാറില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അമ്മയടുത്ത് പറയും ഓൾറെഡി ഇത്രയും നാൾ കഴിച്ചത് എൻ്റെ ബോഡിയിലുണ്ട്, അതൊക്കെ ഒന്ന് ദഹിക്കട്ടെ എന്ന്. അപ്പം ഞാൻ കാപ്പിയും കുടിച്ച് ഓരോന്നായിട്ട് ഇങ്ങനെ പലഹാരം കഴിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കണക്ക് ഓരോന്നൊക്കെ കഴിക്കുന്നത്. ഈ പരിപ്പ് വട അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് സമോസ. ഞാൻ എപ്പം നമ്മളുടെ പുറത്തിറങ്ങിയാലും സമോസ ഉണ്ടാകുന്ന മേടിക്കും. എനിക്ക് വയ്യ, എനിക്ക് ജലദോഷമുണ്ട്, അതാണ് ഇങ്ങനെ ഇടയ്ക്ക് വലിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ സമോസ കഴിച്ച്. സമോസയും പരിപ്പ് വട സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഞാൻ വീട്ടിൽ അമ്മയും ഞാനും കൂടെ വയ്ക്കാറുണ്ട്. പക്ഷേ ഇതേപോലൊരു ടേസ്റ്റ് എനിക്ക് വീട്ടിൽ വെച്ചിട്ട് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ഒരു കുറേ വെക്കുന്നതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞാൻ കാപ്പി കുടിച്ചപ്പം എനിക്ക് കുറച്ച് പഞ്ചസാര ഇല്ലാത്തതാണൊക്കെ തോന്നി. അമ്മയ്ക്ക് ഓക്കെ ആയിരുന്നു. അപ്പം എനിക്ക് കുറച്ച് പഞ്ചസാര എടുത്തുകൊണ്ട് വന്നു. ഞാൻ പഞ്ചസാര ഇട്ട് കലക്കി കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പഞ്ചസാര ഞാൻ ഷുഗർ കട്ട് എന്നൊക്കെ പറയും, പക്ഷേ ചില സാഹചര്യത്തിൻ്റെ സമ്പർക്കം മൂലം ഇതൊക്കെ സ്വാഭാവികം. അങ്ങനെ നമ്മൾ കുറച്ച് കഴിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ പെയ്ത്. നമ്മളുടെ ഏരിയയിൽ മാത്രം മഴ പെയ്യില്ല ചില സമയങ്ങളിൽ, പക്ഷേ ഇങ്ങനെ മൂടിക്കെട്ടിയിരിക്കും.
പക്ഷെ അച്ഛനൊക്കെ നിൽക്കുന്നിടത്ത് മഴ പെയ്യുന്നതെന്നും പറഞ്ഞ് വിളിച്ചു പറയും. നമുക്ക് അത്ഭുതമാണ് കേട്ടോ. ഇവിടെ അങ്ങനെ മഴ അങ്ങനെ പെയ്തിട്ടേ ഇല്ല. പക്ഷേ ഇന്നലത്തെ മഴ ഇന്നലെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഭയങ്കര മഴയായിരുന്നു. ഈ മഴ നനഞ്ഞുകൊണ്ടാണ് അച്ഛൻ വന്നത്. ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ, മറ്റേ ഇടിയൊക്കെ വെട്ടിയിട്ടുള്ള മഴയായിരുന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞ് അച്ഛൻ ദാ ഇവിടെ എത്തിയപ്പോഴാണ് മഴ പെയ്തതെന്ന്. ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡല്ല പൊരിപ്പൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഫോണിൽ കുത്തിയിരുന്നു. എന്നിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരുമ്പം ഞാൻ അടുക്കളയിൽ ചുമ്മാ കയറിയതല്ല, ഞാൻ അടുക്കളയിൽ കയറാറുണ്ട്. ഇന്നിപ്പോൾ കയറിയപ്പോൾ അമ്മ എന്തൊക്കെ വെക്കുന്നു. പിന്നെ അമ്മേനെ വഴക്കുറയണം, അമ്മ വൃത്തിയായിട്ട കൊലത്തിൽ നിൽക്കുന്നു, ഇല്ലെങ്കിൽ പിന്നെ നന്നായിട്ട് നിൽക്കുക. അങ്ങനെ അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ കണവ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ കണവ നോക്കി. പിന്നെ എനിക്ക് ഫ്രിഡ്ജിൽ നിന്ന് മറ്റേ അലോവേറ കറ്റാർവാഴ എടുക്കണമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും കറ്റാർവാഴ വയ്യാട്ടാ കറ്റാർവാഴ മുഖത്ത് തേക്കാറുണ്ട്. കുറച്ച് ഞാൻ വലിയൊരു ലീഫ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ തന്നെ അങ്ങ് വെച്ചേക്കും. എന്നിട്ട് ആവശ്യത്തിന് മാത്രം മുഖത്ത് തേക്കും. അപ്പം എല്ലാ ദിവസവും ഞാൻ തേക്കും. ഒന്നുകിൽ രാവിലെ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം. എനിക്ക് മടിയാണ്, പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ മടിച്ചിരുന്നാലും ഞാൻ എന്നെ തന്നെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. എല്ലാ ദിവസവും വയ്യ, സംസാരിക്കാൻ പോലും വയ്യ, അങ്ങനെ എല്ലാ ദിവസവും ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ തന്നെ വിചാരിക്കും. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കറ്റാർവാഴ മുഖത്ത് വയ്ക്കുന്നത്, ഈ ഗുളിക കഴിക്കുന്നത്. ചിലപ്പോഴേ എനിക്ക് എഴുന്നേറ്റ് പോയി കഴിക്കാനുള്ള മടി, അങ്ങനത്തെ ഒരു പ്രത്യേകതര സൈക്കോ ആണ് ഞാൻ. അങ്ങനെ എഴുന്നേറ്റ് പോയി കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പം ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വന്നാൽ നല്ലത്. പക്ഷേ എൻ്റെ അമ്മ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ചവിട്ടിക്കൂട്ടും തന്നെ. അപ്പം ഞാൻ തന്നെ പോയി ഞാനിത് റെക്കോർഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ വഴിയിൽ കൂടെ ഒരു വണ്ടി അങ്ങ് അത് വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് ഹോണടിക്കും. അങ്ങനെ ഒന്ന് ഞാൻ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിറ്റാമിൻ്റെ ഗുളിക കഴിക്കും. അത് ഞാൻ എല്ലാ ദിവസവും കഴിക്കുന്ന കാര്യമാണ്. രാവിലെയും വൈകുന്നേരവും 500 mg വെച്ചിട്ട് ഞാൻ കഴിക്കാറുണ്ട്. അങ്ങനെ വിറ്റാമിൻ്റെ ഗുളിക കഴിച്ച് 1 മണിക്കൂർ കഴിയുമ്പോഴാണ് ഡിന്നർ കഴിക്കുന്നത്. അത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും ഗുളിക കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ചോറ് കുറേ എന്തൊക്കെയോ കറികളുണ്ടായിരുന്നു. പിന്നെ അച്ചാർ, മറ്റേ കൂന്തൽ, ബീട്രൂട്ട് തോരൻ ഇത്തിരി ഉണ്ടായിരുന്നുള്ളത്, മോരും കൂട്ടി കഴിച്ച്. അത് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം പാട്ടൊക്കെ കെട്ടി ചില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണമായിരുന്നു. നാളെ നമ്മളൊരു ട്രിപ്പ്, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഗുരുവായൂരൊക്കെ പോകണുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്ത് അത് കഴിഞ്ഞ് ഞാൻ കിടക്കാൻ സമയമായപ്പം സ്കിൻ കെയർ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയറൊക്കെ കുറേ മാറ്റി കേട്ടാ. ഇതിപ്പം നമ്മുടെ റോസ് വാട്ടർ ഉണ്ടല്ലോ, റോസ് വാട്ടറാണ് ടോണറായിട്ട് ഞാൻ മുഖത്ത് തേക്കുന്നത്. റോസ് വാട്ടർ കുറച്ച് മുഖത്ത് തേച്ചിട്ട് ഇങ്ങനെ ലീവ് ചെയ്യും, അതായത് തന്നെ ഉണങ്ങാൻ വേണ്ടിയിട്ട്. കാറ്റൊന്നും അടിക്കത്തില്ല, തന്നെ ഉണങ്ങും. ഞാൻ ചില ദിവസങ്ങളിൽ വിറ്റാമിൻ സിയുടെ സെറം ഉപയോഗിക്കാറുണ്ട്. അതായത് ഇന്ന് ഉപയോഗിച്ചാൽ നാളെ ഉപയോഗിക്കില്ല, പിന്നെ ഉപയോഗിക്കും നാളെ ഉപയോഗിക്കില്ല, അങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വിറ്റാമിൻ സിയുടെ ഇന്ന് തേക്കുന്ന ദിവസമല്ല, ഇന്നലെ തേച്ച്, അതുകൊണ്ട് ഇന്ന് തേക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഉണങ്ങുന്ന സമയത്ത് ഞാൻ വാസലിൻ തേക്കും. എനിക്ക് വേറൊരു ലിപ് ബാമും കൂടെ മേടിക്കണം കേട്ടോ. കാരണം വാസലിൻ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ ഈ ഡേ ടൈമിൽ, കാരണം ചുണ്ട് കറക്കും. വാസലിൻ ഡേ ടൈമിൽ ഉപയോഗിച്ചാൽ ചുണ്ട് കറക്കും. അതുകൊണ്ട് എനിക്കൊരു ലിപ് ബാം മേടിക്കണം. അപ്പം ഞാൻ വാസലിൻ മേടിച്ച്, പിന്നെ ഞാൻ ഈയിടെയായിട്ട് ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ, ഞാൻ പണ്ട് പോൺസിൻ്റെ ആയിരുന്നു, ഇതിപ്പോൾ നിവ്യയുടെ ഈ കളർ ഈ മോയ്സ്ചറൈസർ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഈയിടയ്ക്ക് ഒരു ഷൂട്ടിന് പോയപ്പോൾ ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഷൂട്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞ് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് ഇത്. എന്നെപ്പോലെ ഡ്രൈ സ്കിൻ, എക്സ്ട്രീംലി ഡ്രൈ ആണ്. ഞാൻ കുറേ വെള്ളം കുടിക്കും, എന്നാലും എനിക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ അത്ര ഡ്രൈ സ്കിന്നുള്ളവർ മാത്രം ഉപയോഗിക്കുക. കാരണം എനിക്കൊക്കെ മോയ്സ്ചറൈസർ ഇട്ടാലും പൊരിഞ്ഞിളകും, പെട്ടെന്ന് മോയ്സ്ചറൈസർ സ്കിന്നിലോട്ടൊക്കെ പിടിക്കും. അങ്ങനത്തെ സ്കിൻ ടൈപ്പ് ഉള്ളവർ മാത്രം ഇത് ഉപയോഗിക്കുക കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം, ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഗായ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ശരി, ബായ്.